എടി കൊച്ചേ, ഇനി നീ എൻ്റെ വണ്ടിയിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. 1-2 മണിക്കൂറായി നീ ഈ വണ്ടിയിൽ കയറിയിട്ട്. പറഞ്ഞു വരുമ്പോൾ ആകെ 2 കടയിലേ നീ കയറിയിട്ടുള്ളൂ. സാധാരണ ആൾക്കാരാണെങ്കിൽ കടയിൽ കയറി വേഗം തിരിച്ചു വരും. നീയാണെങ്കിൽ ഈ 1.5 കാലും വച്ച് ഞൊണ്ടി ഞൊണ്ടി വരുമ്പോൾ 1 മണിക്കൂറാവും. അതുകൊണ്ട് കൊച്ചു പറയുന്നിടത്തേക്ക് വരാൻ എനിക്ക് സൗകര്യമില്ല. എൻ്റെ വണ്ടിക്കാശ് തന്ന് കൊച്ചു പോകാൻ നോക്ക്. ചേട്ടാ, ഇനി ഒരു സ്ഥലത്തേക്ക് കൂടിയേ പോകാനുള്ളൂ. അവിടെ കൂടെ പോയിട്ട് ഞാൻ വെയിറ്റിംഗ് ചാർജ് തരാം, അവൾ പേടിച്ചു പറഞ്ഞു. എനിക്ക് നിന്റെ വെയിറ്റിംഗ് ചാർജ് ഒന്നും വേണ്ട കൊച്ചേ. എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. 350 രൂപ തന്നാൽ എനിക്കങ്ങ് പോകാമായിരുന്നു. വെറുതെ ശല്യം ചെയ്യാതെ പോകാൻ നോക്ക്. എനിക്ക് വേറെ ഓട്ടമുള്ളതാ. എടോ, ഒരു 350 രൂപ തന്നേ. പെട്ടെന്നൊരു സുമുഖനായ ചെറുപ്പക്കാരൻ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു. അവൾ ആളെ അന്തിച്ചു നോക്കി. താനിങ്ങനെ നോക്കി നിൽക്കാതെ 350 രൂപ താ, അയാൾ പറഞ്ഞപ്പോൾ അവൾ വേഗം പേഴ്സ് തുറന്ന് 500 രൂപയുടെ നോട്ട് എടുത്ത് അയാൾക്ക് നേരെ കൊടുത്തു. ഇത് ചേട്ടൻ്റെ കാശ്, 350 എടുത്തിട്ട് ബാക്കി താ. ആ ചെറുപ്പക്കാരൻ ഓട്ടോക്കാരന് നേരെ പൈസ നീട്ടി. എടാ ചെറുക്ക, എൻ്റെ അടുത്ത് ചില്ലറയൊന്നുമില്ല. തൻ്റെ അടുത്ത് ചില്ലറ മാത്രമല്ല, നല്ലൊരു സ്വഭാവം പോലുമില്ല. തന്നെപ്പോലുള്ള ആളുകളാണ് മുഴുവൻ ഓട്ടോക്കാർക്കും ചീത്തപ്പേരുണ്ടാക്കുന്നത്. അതും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തൻ്റെ പേഴ്സ് തുറന്ന് 350 രൂപ അയാൾക്ക് കൊടുത്ത ശേഷം 500 അയാളുടെ പേഴ്സിൽ വെച്ചു. അതിൽ നിന്ന് ഒരു 150 രൂപ എടുത്ത് ആ പെൺകുട്ടിയുടെ നേരെ നീട്ടി. അവൾ നിസ്സഹായിയായി ആ പൈസ വാങ്ങി പേഴ്സിൽ വെച്ചു. എടി ഞൊണ്ടി കൊച്ചേ, നിന്റെ കവറൊക്കെ എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ ഞാനെടുത്ത് വലിച്ചെറിയും. എടോ, താനീ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയാൽ തൻ്റെ പ്രായം നോക്കാതെ ഞാൻ തനിക്കിട്ട് 2 തരും. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് തൻ്റെ. അതും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ഓട്ടോയിലിരിക്കുന്ന കവറെല്ലാം എടുത്ത് പുറത്തേക്ക് വച്ചു. ചെറുപ്പക്കാരനെയും ആ പെൺകുട്ടിയെയും തറപ്പിച്ചു നോക്കിക്കൊണ്ട് ആ ഓട്ടോക്കാരൻ ഓട്ടോയും എടുത്തു പോയി. താൻ ഊമയാണോ? ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ അവൾ പതുക്കെ ഇല്ല എന്നു മറുപടി പറഞ്ഞു. എന്നിട്ടാണോ അയാൾ ഇത്രയും തോന്നിവാസം പറഞ്ഞിട്ടും താൻ മിണ്ടാതിരുന്നത്? ഇതിനവൾ തല കുനിച്ചു നിന്നതേയുള്ളൂ. അപ്പോഴേക്കും അയാൾ വേറെ ഒരു ഓട്ടോ വിളിച്ചു ആ പെൺകുട്ടിയുടെ സാധനങ്ങളെല്ലാം ഓട്ടോയിൽ എടുത്തു വച്ചു. എടോ, താൻ ഈ ഓട്ടോയിൽ കയറിക്കോ. പിന്നെ തനിക്ക് പോകേണ്ടിടത്തെല്ലാം പോയിട്ട് വീട്ടിൽ പോയാൽ മതി. എല്ലാവരും മറ്റേ ഓട്ടോക്കാരനെ പോലെയാണെന്ന് വിചാരിക്കണ്ട, അവൻ പറഞ്ഞു കഴിയലും അവൾ വേഗം ഓട്ടോയിൽ കയറി ഇരിക്കാൻ പോയി. എങ്ങനെയെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന് ചിന്ത മാത്രമേ അവൾക്ക് ആ സമയമുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൾ കാലിടറി വീഴാൻ പോയി. അവൻ വേഗം അവളുടെ കയ്യിൽ കയറി പിടിച്ച് സൂക്ഷിച്ച് കയറിയിരിക്കൂ, അതും പറഞ്ഞ് അവളെ ഓട്ടോയിൽ പിടിച്ചിരുത്തി. ആകെയുള്ള വെപ്രാളത്തിൽ അവനോടൊരു നന്ദി വാക്ക് പറയാൻ പോലും അവൾക്ക് സാധിച്ചില്ല. എന്തൊരു സുന്ദരിയായ കുട്ടിയാ. പക്ഷേ പാവം, അവളുടെ അവസ്ഥയിൽ അവന് സഹതാപം തോന്നി. ഓട്ടോ വരുന്ന ഒച്ച കേട്ടപ്പോൾ ആനന്ദും അയാളുടെ ഭാര്യയായ ഇന്ദുവും വേഗം വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്ന സൗപർണികയെ കണ്ട് പുഞ്ചിരിയോടെ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. തൻ്റെ ഏട്ടനെയും ഏട്ടത്തിയെയും കണ്ടതോടെ അവളുടെ മുഖം വിടർന്നു. മനസ്സിൽ സമാധാനം വന്നു നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ആനന്ദ് ഓട്ടോക്കാരൻ്റെ പൈസ കൊടുത്തു ഓട്ടോയിലുള്ള കവറുമെടുത്ത് അപ്പോഴേക്കും ഇന്ദുവും സൗപർണികയും പതിയെ നടന്ന് വീട്ടിൽ കയറി. കുറച്ചുകൂടെ നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഏട്ടൻ മോളെ കൊണ്ടുപോകുമായിരുന്നില്ലേ? എൻ്റെ ഏട്ടാ, ഏട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനൊന്ന് ഒറ്റയ്ക്ക് പോയി പഠിക്കട്ടെ. എനിക്ക് 1ഉം 2ഉമല്ല 24 വയസ്സ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാനൊരു ടീച്ചറാ. നീ എത്ര വലിയ ടീച്ചറായാലും എത്ര വയസ്സായാലും നീ എനിക്ക് എൻ്റെ കുഞ്ഞു പെങ്ങളാണ്. അവൾ പുഞ്ചിരിയോടെ തൻ്റെ ഏട്ടൻ്റെ നെഞ്ചിൽ പതുങ്ങി. അവൾ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇടം. പെട്ടെന്ന് അവളുടെ മനസ്സിൽ ആ ചെറുപ്പക്കാരൻ്റെ മുഖം മിന്നിമാഞ്ഞു. ആദ്യമായാണ് ഏട്ടനല്ലാതെ ഒരാൾ തനിക്കു വേണ്ടി സംസാരിക്കുന്നത്. അന്ന് നടന്ന ഒരു സംഭവവും അവൾ ഏട്ടനോടോ ഏട്ടത്തിയോടോ പറഞ്ഞില്ല. അവരെ വെറുതെ സങ്കടപ്പെടുത്താൻ അവൾക്ക് താല്പര്യമില്ല. ഈ ലോകത്ത് അവളെ സ്നേഹിക്കുന്ന 2 പേർ ഏട്ടനും ഏട്ടത്തിയും മാത്രമാണ്.
മോളെ നീ ഫ്രഷായി വാ, നല്ല ചൂടൻ ചായയും മോൾക്ക് ഇഷ്ടമുള്ള ഉള്ളിവടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൾ പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു. അത് കണ്ടു നിന്ന ഏട്ടൻ്റെ കണ്ണ് നിറഞ്ഞു.